അപ്പൊ നിങ്ങൾ കേൾക്കാൻ വന്ന ചേട്ടന്റെ വക ഒരു പാട്ടാട്ടാ. പാട് ഈ പാടുങ്ങള് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. പാണ് ഇല്ല സാധനം ഇതൊക്കെ കഴിയുമ്പോ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ വണ്ടി ഇവിടുന്ന് ചാർജ് ചെയ്യാൻ പറ്റുമോ നോക്കണം കേട്ടോ. ആ പറ്റും കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെ വണ്ടി ചാർജ് ചെയ്യാൻ കിട്ടാം. ഹലോ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചാൽ നമ്മൾ വണ്ടിയിൽ സീറ്റ് ഓവർ അടിക്കാൻ, അതുപോലെ ലൈറ്റുകൾ പിടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ലൈറ്റുകളും പിടിപ്പിക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സീറ്റ് ഓവർ അടിക്കാനായിട്ട് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ അവിടെ എത്ര റുപ്യ ആവുന്നൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് നേരെ ഞങ്ങൾ പോയി ചോദിച്ചു നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ കടയൊക്കെ കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ എന്താ കടയൊക്കെ പൂട്ടിപ്പോയേക്കണു കേട്ടോ. ആളെ ഇനി കട ഒഴിവാക്കി പോയതാണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഒന്നും ഇങ്ങനെ ആവുന്നില്ല. അതുകൊണ്ട് കട ഒഴിവാക്കി പോയി തോന്നും. നമുക്ക് വേറെ കട ഉണ്ട്, അങ്ങോട്ട് വിട്ടോക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ ഒരു കിറ്റ് വാങ്ങാൻ കേട്ടോ. ഇവിടെ തന്നെ കണ്ട 50 റുപ്യക്ക് കിറ്റ് കിട്ടും കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോകാൻ കിട്ടും കേട്ടോ. അത് എടുത്ത ദിവസമാണ് കിറ്റ് 50 അല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് ചാർജ് ചെയ്യാൻ പറ്റുമോ നോക്കണം കേട്ടോ. നമ്മളതായിട്ട് നോക്കിയിട്ടില്ല. ഒരു വട്ടം തന്നെ ചാർജർ അതിൻ്റെ കുടുങ്ങിയിട്ടുള്ളത്. അതൊന്ന് പൊക്കി നോക്കടാ. ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വണ്ടി ചാർജ് ചെയ്യുന്നില്ല. നമ്മൾ ചാർജ് ചെയ്തിട്ട് ഉന്തിയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ കയ്യിൽ ചാർജർ പിന്നെ ഉണ്ടായാൽ മതി. നമുക്ക് വണ്ടി ചാർജ് ചെയ്യാട്ടോ. ഇവിടുന്ന് നമ്മളെ പെട്രോൾ പമ്പിന് തന്നെ നേരെ ഓപ്പോസിറ്റിലാട്ടത്. അതായത് നമുക്ക് ഇനി ചാർജ് കഴിഞ്ഞാൽ ചാർജറായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. കീ ഉണ്ട് അതിൻ്റെ. എന്തിനാ ഇപ്പം ഏതായാലും വണ്ടിയിൽ ചാർജ് ഉണ്ട്. നമുക്ക് ഏതായാലും നേരെ ഒരൊറ്റ കട പോലും തുറന്നിട്ടില്ല കേട്ടോ സീറ്റ് കവർ അടിക്കാൻ. നമുക്ക് ഏതായാലും സ്റ്റിക്കർ വർക്കിൻ്റെ കടയ്ക്ക് പോയിട്ട് സ്റ്റിക്കർ അടിക്കാൻ നോക്കാം. സീറ്റ് കവർ വേറെ എവിടെയെങ്കിലും പോയേക്കാം, അവിടെ തുറന്നുണ്ട് നോക്കാം. പൈപ്പ് പോലെന്നാ ഫ്രണ്ട്സ്. അങ്ങനെ സ്റ്റിക്കർ കടയൊക്കെ എത്തിയിട്ടാ. ഇവിടെ ഞാൻ ആദ്യം കാണില്ല. അപ്പോഴത്തെ നമ്മുടെ ഇലക്ട്രിക് ഷോപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ ഇലക്ട്രിക് വണ്ടിയുടെ ഷോപ്പ് കണ്ടിട്ട് ഇവിടെ. പിന്നെ നമ്മൾ സീറ്റ് കവർ അടിക്കുന്ന കട കണ്ടുപിടിച്ചു. പോണ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് സ്റ്റിക്കർ അടിച്ച ശേഷം നമുക്ക് ചെന്നോ കടയിലൊന്നും ആരുമില്ല. നമുക്ക് ആ ഒന്ന് കോഡ് വിളിച്ചു നോക്കാം. ഈ കട ആർക്ക് വേണ്ടാത്ത കടയുന്നുണ്ടോ. മുതലാളിക്ക് വിളിച്ച് നോക്കുമ്പോൾ കസ്റ്റമറല്ല ഇവിടുത്തെ നിൽക്കുന്ന ആളെ നമ്പർ പോലും ആളയില്ല ചേട്ടാ. ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള കടയിലുള്ള ആളെ നമ്പർ വാങ്ങാൻ വേണ്ടി പോകാം ഫ്രണ്ട്സ്. അപ്പോൾ ഈ കടത്തെ ആൾ ഇപ്പോഴൊന്നും വരുന്നൊന്നുമില്ല കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് സീറ്റ് കവർ അടിക്കാൻ വേണ്ടി പോകാം അല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ കടയിലെത്തിയില്ല. കടയുടെ ഉള്ളിൽ തന്നെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ സീറ്റ് കവറിൻ്റെ ആളിപ്പോൾ വരും കേട്ടോ. ആൾക്ക് വിളിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ വരും. ഇതുവരെ നമുക്ക് കുറച്ച് നേരം നിൽക്കണം. മൂപ്പരാൾ വന്നു. ഇതാ വീണ്ടും പോകണം കേട്ടോ. മൂപ്പരാൾ കടയുടെ ചാവി എടുക്കാനാണ് കേട്ടോ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതാ വീണ്ടും പോയിട്ടാ വണ്ടിയുടെ കടയുടെ ചാവി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കടയുടെ ചാവി എടുത്തിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. സിനാനെ വണ്ടി ഇങ്ങനെ നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ നിർത്തണം. സീറ്റ് കവർ അടിക്കാൻ വേണ്ടി വണ്ടിയുടെ സീറ്റ് അയക്കുന്നുണ്ട് കേട്ടോ. സിനാനെ അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ നിർത്തിക്കോ. വെയിലല്ല സാധനമുള്ളതാണ്, നിർത്തിക്കോ ഫ്രണ്ട്സ്. അപ്പോൾ സീറ്റ് കവറായിട്ട് നമ്മൾ സീറ്റ് കവർക്ക് ഡാറ്റ അടിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ സീറ്റ് നമുക്ക് ഈ കളറായിട്ട് നമ്മൾ സീറ്റ് കവറായിട്ട് പറഞ്ഞേക്കണം. അപ്പോൾ സ്പോഞ്ചൊക്കെ വെച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. സീറ്റൊക്കെ പയച്ച് വെച്ചേക്കാം കേട്ടോ. കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ. ഇത് വെട്ടിതാ ഓരോ ഭാഗങ്ങളായിട്ട് വെട്ടി സെറ്റാക്കുന്നുണ്ട് കേട്ടോ. സീറ്റ് അവർക്കുള്ള അളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ പഞ്ഞി അടിക്കാൻ പോകാം അല്ലേ അല്ലേ സിനാനെ? സ്പോഞ്ച് അപ്പോൾ അടിക്കാൻ പോകട്ടെ. അപ്പം ഇനി സീറ്റുമ്പോൾ പശയൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ. സീറ്റുമ്പോൾ പശ തേച്ച ശേഷം അതിൻ്റെ മുകളിൽ ഒട്ടിക്കും കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഒട്ടിക്കും. അങ്ങനെയാണ് സംഭവം. ഇനി നമ്മുടെ വണ്ടിക്ക് അടിക്കുന്ന സീറ്റ് കവർ ഇതാ സെറ്റാക്കിയിട്ട് അടിക്കാൻ വേണ്ടി പോകട്ടോ. ഇവിടെ മെഷീനും കാര്യം മൂപ്പര് ഓണാക്കിയിട്ടുണ്ട്. കാരണം സംസാരിക്കൊന്നും നേരെ ചുവ കേൾക്കില്ല. വണ്ടിക്ക് അടിക്കാനുള്ള സീറ്റ് കവർ ഇനി അടിക്കണം കേട്ടോ. ഒരുമിച്ചല്ല അതും അടിച്ച് സെറ്റാക്കി വെക്കണം. അതിന് എന്താ സ്പോഞ്ച് അവിടെ മുക്കാൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് നമ്മളെ യൂട്യൂബ് ചാനലൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഒരാളെ ആർക്കാ വീഡിയോ അയച്ചു കൊടുക്കണമെന്നാണ് ചോദിച്ചത്. കറണ്ട് പോയാ കാണിച്ചെടുത്ത എന്താണ് അപ്സൽ. ഞാൻ അടിക്കാന്നാ കേട്ടെ.
ഇങ്ങോട്ട് വന്നേ, ഞാൻ അടിച്ചറിയ ഇങ്ങോട്ട് വന്നേ. ഈ അടിക്കണ്ട, ഞാൻ അടിക്കാം. ബാഗ് എടുക്കണം. ഇതാ കണ്ട, ഇതാണ് ഞാൻ. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോസുകളൊക്കെ കാണാം കേട്ടാ. ആ നിങ്ങളെ ഈ വീഡിയോ ഒക്കെ നിങ്ങളെ ഈ വീഡിയോ ഒക്കെ വരൂ കേട്ടാ. ആ അപ്പൊ അതിനനുസരിച്ച് നന്നായി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തോ. അങ്ങനെ സീറ്റ് ഓവർ അടിക്കലും അതുപോലെ തന്നെ പഞ്ഞി വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ സീറ്റ് ഇതാ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കട്ടോ. കണ്ണ് പറ്റാണ്ടിരിക്കാനാട്ടാ കറുപ്പ് നൂല് കൊടുത്തേക്കണ് അല്ലേ. നിങ്ങൾ കേൾക്കാൻ വന്ന് ചേട്ടൻ്റെ വക ഒരു പാട്ടാട്ടാ. പാട് പാടുങ്ങള്. നിങ്ങൾ വീഡിയോ എടുത്ത് തന്നെ നേരത്തെ പാടിയിട്ട് പാട് പാടുങ്ങള്. പാട്ടിന്റെ വരികളൊക്കെ മറന്നേക്കണം മൂപ്പര്. അങ്ങനെ മൂപ്പര് നമുക്ക് സീറ്റ് സെറ്റാക്കാന്ന് കേട്ടോ. ഇപ്പൊ വണ്ടി കാണാൻ എങ്ങനെയുണ്ട്, ലുക്കായില്ലേ? ആ സീറ്റ് അവർ വന്നപ്പോ ലുക്കായി വണ്ടി. സീണ എങ്ങനെയുണ്ട്? ഇനി നമുക്ക് നേരെ വിട്ടാലോ? പോട്ടെന്നാ കാശ് തരാട്ടാ. നിക്കറ ഡിക്കി തുറക്ക, ഡിക്കിയിലെ കാശ് തരാൻ പോകണമെങ്കിൽ ആളെ നമ്മൾ പടയ്ക്കും. ഇനി നമ്മൾ നേരെ പോകുന്നത് വണ്ടിയിൽ സ്റ്റിക്കർ അടിക്കാനായിട്ടാ പോലെ സീനാണ്. ഇപ്പൊ നമ്മൾ സ്റ്റിക്കർ കടയൊക്കെ ഇതിൻ്റെ അവിടെ കട തുറന്നിട്ടുണ്ട്. അപ്പം നമ്മളിതാ വൈറ്റ് സ്റ്റിക്കർ അടിക്കേണ്ട ആവശ്യമില്ല, ആ പച്ച പറിച്ച് കളഞ്ഞു വിട്ടാ. ഇനി ഇതുമ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ ഇൻസ്റ്റയിൽ പിക്ചർ അടിച്ചിട്ട് പേരടിക്കാനായിട്ടാ. അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ സെറ്റ് ആക്കേണ്ട കേട്ടോ. അങ്ങനെ സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യം പേരടിച്ചു വിട്ടാം. ഇൻസ്റ്റയുടെയും യൂട്യൂബിൻ്റെ പിക്ചർ ഓടുന്ന അടിക്കും കേട്ടോ. അടുത്തതായി യൂട്യൂബിൻ്റെ ഇൻസ്റ്റയുടെയും പിക്ചർ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇൻസ്റ്റയുടെ ഒട്ടിച്ചിട്ടുണ്ട്, ഇനി അടുത്ത് യൂട്യൂബിൻ്റെ ഒട്ടിക്കും കേട്ടോ. സംഭവം സെറ്റായിട്ടാണ് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ ആണ് ഇല്ല സീനാണ് ലുക്കായി. ഇപ്പോൾ സീറ്റ് ഓവർ അടിച്ചു, അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഇതിൻ്റെ നെയിം അടിച്ചു. സംഭവം അത്യാവശ്യം കുഴപ്പമില്ല. വണ്ടിയുമ്പോൾ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ട് നമ്മൾ സുധേൻ്റെ കടയിൽ കയറി കേട്ടാ. സുധേൻ്റെ എന്താ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറയാനുള്ളത്? എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി നടക്കുക, സിനാനെ കണ്ടുപിടിക്കുക. ആ നിങ്ങളെ കടയിലേക്ക് കയറിയിട്ട് സാധനങ്ങൾ വാങ്ങാനൊക്കെ വരണമെന്ന് പറയേ. അത് ആൾക്കാർ വരില്ല എന്തായാലും. അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്കും കൊടുക്കുക. അപ്പോൾ ശരി, അപ്പോൾ ഇന്നാളെ കാണാം. ഓക്കെ.